എല്ലാവരും സുഖമല്ലേ? ഞാനിന്ന് ഇവിടെ ഖത്തറിലൊരു മാംഗോ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഞാൻ ഒരു ടാക്സിയും പിടിച്ചിട്ട് ടാക്സി ചേട്ടനുണ്ട് ബംഗാളി, ആളെ കൂടെ ഇങ്ങനെ ഇവിടെ ഇറങ്ങി. വൈകുന്നേരത്താണ് ഇറങ്ങിയത്. പിന്നെ ഭയങ്കര തിരക്കാണ് റോഡിലൊക്കെ. വൈകുന്നേരം നല്ല തിരക്കുണ്ടാവും. റോഡ് ഫുള്ള് തിരക്കാണ്. ഞാനിവിടുത്തെ അൽബിദ പാർക്ക്, ഖത്തറിലെ ഏറ്റവും നല്ല മനോഹരമായ പാർക്ക്. രാത്രിയാണ്, രാത്രി നല്ല ഭംഗിയാണ്. രാത്രി പിന്നെ പൊതുവെ എല്ലായിടത്തും നല്ല ഭംഗിയാണ്. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് ലൈറ്റിൻ്റെ വെച്ച് വെട്ടത്തിൽ കാണാൻ വലിയൊരു ഭംഗിയുണ്ടാവും. ലൈറ്റ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അൽബിദ പാർക്ക്. ബിസിയാണ്, മാംഗോ ഫെസ്റ്റിവൽ. അതിനകത്ത് കയറാൻ പറ്റുമെന്നറിയാം, ഫുൾ വെയിറ്റിംഗ് ആണ്. അതിനകത്ത് കയറി ഗൈസ്, ഫുള്ള് തിരക്കാം. പിന്നെ മാംഗോ രാജപൂരി ഓരോരു നാട്ടിലത്തോട്ടുണ്ട്. ഫുള്ള് തിരക്കാം അതിനകത്ത്. സഫാരിത്തെ ഓരോരു ഔട്ട്ലെറ്റ് ഓരോരു ഡൂലും എല്ലാം ഉണ്ട്. ഇത് ഡൂലും ടൈം സൈബർ മാർക്കറ്റ് മാംഗോ മുണ്ടപ്പം മാങ്ങ, ഓരോരോ മാങ്ങ, മാംഗോ ഫുള്ള് മാങ്ങ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് അവിടെ. അതിനകത്തും ഭയങ്കര തിരക്ക്. ഞാൻ കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങി അവിടെ. ഇതാണ് ഇവിടുത്തെ വെള്ളിയാഴ്ചത്തെ തിരക്ക്. പഴയ സ്ട്രക്ചറിലുള്ള ബിൽഡിങ്ങുകളാണ്. മരങ്ങളെ കൊണ്ട് മറ്റേ കുത്തി വെച്ചിട്ടുണ്ടാവില്ല, അതേപോലെ. രാത്രി ആയപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കാണാൻ. നല്ല രസമുണ്ട്, ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ട്. ഇവിടുത്തെ ഒട്ടക മാർക്കറ്റ് എന്നറിയില്ല. ഇവിടെ കുറേ ഒട്ടകങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചിലത് ഉറങ്ങിയിട്ടുണ്ട്, നല്ല ഉറക്കത്തില്ല. ചിലതിരുന്ന് കുരക്കുന്നുണ്ട്. കുറേ ഉണ്ട്, ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് ചിലതൊക്കെ നല്ല ഫാനൊക്കെ ഫിറ്റാക്കിയിട്ടിട്ട്. എടാ എന്താടാ സുഖല്ലേ? കുറേ ഉണ്ട് ഒട്ടക ഫുള്ള്. റേസിങ്ങിനുള്ളതാന്ന് തോന്നുന്നു കേട്ടോ. ഓടാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ കാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, 2 കാല്. പിന്നെ വേറൊരു കാല് ലോക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും പോകാനും പറ്റില്ല. ഒട്ടകം കടിക്കും, ഇതിൻ്റെ സ്വഭാവം അങ്ങനെ. ഒട്ടകങ്ങൾ കടിച്ച് മാന്തും. കടിച്ച് തിന്നുണ്ട്. കടല മിഠായി ഒന്നുണ്ട്. ദേഷ്യാണോ? കടിച്ച് തിന്നോ? ആൾക്കാരോട് ചോദിച്ചിട്ട് ഈ റേസിങ്ങിനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. റേസിങ്ങിന് ഒട്ടക റേസിങ്ങിനുള്ളതാണ് ഇവിടെ. മറ്റേ ട്രീറ്റ് ചെയ്യാനുള്ളതാണ്. കുറേ എണ്ണമുണ്ട്. പിന്നെ കുതിരേൻ്റെ വേറെ ഉണ്ട് അപ്പുറ സൈഡിൽ.
ഇതൊക്കെ പഴയ ബിൽഡിങ്ങാ. നല്ല ഫ്രഷായിട്ട് അതേപോലെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഒന്ന് സെറ്റ് ചെയ്തിട്ട് മൈൻറ്റൈൻ ചെയ്തിട്ട് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അതായത് കൊണ്ട് അതേപോലെ നല്ല ഉഷാറായിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ മറ്റേ റേസിങ്ങുള്ള കുതിരൻ്റെ ഒരു സ്ഥലം. ഇവരൊക്കെ തൊടുന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. നല്ല ട്രെയിനിടാന്ന് തോന്നുന്നു. പിടിക്കോ? ചെയ്ത് കുതിരകൾക്ക് നിൽക്കാനുള്ള ഓരോരു മുറിയാണിത്. പക്ഷെ ഇതിലൊക്കെ ഒന്നുമില്ല. എന്നെ പുറത്ത് വിട്ടിട്ടുണ്ട് ഓടാനും ചാടാനും നന്നായിട്ട്. പറഞ്ഞ ഇവിടെ ഉണ്ട്. ഉമ്മച്ചേ ഒന്നും ചെയ്യുന്നില്ല. നല്ല പാവാണ്. നല്ല ട്രെയിനിടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ എല്ലാം ചാടി കളിച്ചോളെ. കടിക്കോ കടിക്കോ? തലവാരിച്ചില്ലേ, കുളിച്ചിട്ടില്ലേ? അത് കാണാൻ നല്ല രസമാണ്. സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു ഒച്ചപ്പാടും പാടുണ്ടാവില്ല. ഇതേപോലെ ക്ലീൻ ആയിട്ടുള്ള ഏരിയ. സൈലൻ്റ് ആണ്. ഇതിനകത്ത് ഓരോരു മറ്റേ ഫാൽക്കണ്, അതിൻ്റെ ഓരോ കടകളുണ്ട്. ഇതൊന്നും പരിപാടിയൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാവലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അന്ന് വരുമ്പോൾ എന്തോ ഉണ്ടായിരുന്നു. ഒന്നുമില്ല. ഞാനിവിടുത്തെ മുകളിലത്തെ വ്യൂ നല്ല കാണാൻ നല്ല രസമാണ്. ഇവിടെ വന്നിട്ട് കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നടന്നിട്ട് ക്ഷീണമായാൽ ഇതിനകത്ത് വണ്ടിയൊന്നും പോവില്ല. ആകെ നടന്നിട്ടേ കയറണം. ചൂടായത് കൊണ്ട് നടക്കാൻ വയ്യ, നല്ല വേർക്കുന്നുണ്ട്. കോർണസിൻ്റെ ഭാഗത്ത് രാത്രി ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാനുള്ള ബോട്ടിങ്. അതാണ് കോർണസിൽ രാത്രിത്തെ വീട്. ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഒരാൾക്കാർ ബംഗാളികൾ. പിന്നെ മീൻ കിട്ടിയാൻ തോന്നുന്നു വലിക്കുന്നുണ്ട് കുറേ നേരം. മീൻ പിടിച്ചിട്ട് മീൻ കിട്ടിയിട്ടുണ്ടോ കേട്ടോ? വലിയ മീനാണ്. ഒന്നും കോർക്കുന്നുണ്ട്. കോർണസിൻ്റെ ഈ ഭാഗത്ത് ഒരാൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. വലിയ മീൻ. അതാണ് മീൻ കിട്ടിയതുള്ളൂ. ഇതാണ് ഇവിടുത്തെ അന്ന് വേൾഡ് കപ്പിൻ്റെ സമയത്ത് വെച്ച ഒരു സംഭവം. ഡൂബ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ ക്ലോത്താണ്. നടക്കുന്നുണ്ട് കേട്ടോ, ഒറിജിനലാണ്. ഇതൊരു വാച്ച് തന്നെ ഡൂബ്ലോട്ടിൻ്റെ. ഇത് മറ്റേ ഡിജിറ്റലാണ്. മറ്റേ ഫിഫ വേൾഡ് കപ്പ് നടന്ന 72 നടന്നതിൻ്റെ പ്രമാണിച്ച് അവിടെ ഇങ്ങനെ ഒരു സ്മാരകമായി വെച്ചില്ല. അത് ഇത് പിന്നെ ഇവിടെ എന്താ പറയുക, മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ പതാക കൂടിയെടുത്തു ഇല്ല. പിന്നെ ഇവിടെ ഇത് ബോട്ടാണ്, ജെട്ടി ബോട്ട് സർവീസ്. അങ്ങനത്തെ ഒരു വലിയ തുരങ്കമാണ്. അണ്ടർപാസ് അണ്ടർപാസ് ഏരിയ. ഇത് മുകളിൽ ഹൈവേ മെയിൻ റോഡാണ്. ഇതിവിടുത്തെ ഒരു സ്റ്റേഡിയം പോലത്തെ തന്നെ ഒരു ഇതാണ്, ഇരിക്കാനുള്ള സ്ഥലം. ഇവിടെ ഖത്തർ നാഷണൽ ഡേൻ്റെ സമയത്ത് ഇവിടെ പരേഡൊക്കെ ഉണ്ടാവും.
അതൊക്കെ കാണാൻ വേണമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമാണ്. കസാരൊക്കെ ഉണ്ട്. കസാരൊക്കെ ഇപ്പോൾ നല്ല കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല വൃത്തിയിൽ. അതാണ് കാണുന്നത് ഇവിടുത്തെ മൈൻ നെടുന്തൂണായ കോർണിസ്. ചെറിയ ഷോറൂമുള്ള പോയിട്ട് വന്നിട്ട് കുളിച്ചിട്ടൊന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഉറങ്ങാൻ പോവാണ്. യാത്രയൊക്കെ സുഖമായിരുന്നു. കുറച്ച് നടന്നിട്ട് കുറച്ച് ക്ഷീണം പിടിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് എടുക്കണം, പിന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അങ്ങനെയുണ്ട് വീഡിയോ എന്തെങ്കിലും മാറ്റം വേണം, അതൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇവരേക്കും ബൈ ബൈ.